ശാസ്ത്രത്തെ പറ്റിയുള്ള അറിവില്ലായ്മയും ഈഗോയുമാണ് ഈ ശാസ്ത്രത്തെ താഴ്ത്തി കിട്ടുന്നത് പലപ്പോഴും. മഹാന്മാരായിട്ടുള്ള ആചാര്യന്മാരായ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആചാര്യ നരേന്ദ്രഭൂഷണെയോ അല്ലെങ്കിൽ സ്വാമി ദയാനന്ദ സരസ്വതിയോ ഒന്നും അല്ല, അവരെയൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ സാധാരണ ആൾക്കാർ അവരുടെ ഈഗോസെൻട്രിക് ആയിട്ട് ഉയർച്ച താഴ്ചകൾ അവർ അല്പമായ അറിവ് വെച്ചിട്ടുള്ള ഭേദമാണ് ശരി, തന്ത്രം ശരിയല്ല, അല്ലെ തന്ത്രം മാത്രമാണ് ശരി, വേദം ശരിയല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വളരെ ലോ ലെവലിലുള്ള തല്ലിപ്പൊളി തർക്കങ്ങൾ കേട്ട് സാധകരായിട്ടുള്ളവർ നിങ്ങൾ അസ്വസ്ഥരാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ ഒരു ടോപ്പിക്ക് തന്നെ എടുത്തത്. ശ്രുതി രണ്ട് വിധത്തിലാണ് ശ്രുതി, വൈദികമെന്നും താന്ത്രികമെന്നും ഉള്ളതാണെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി എന്താ അടുത്ത പ്രമാണം? അതിന് ഉണ്ട്, പ്രമാണമുണ്ട്. വയസ്പതി മിശ്രൻ്റെ തത്വവൈശാരദിയിലും അതുപോലെ തന്നെ കാളിദാസന്റെ രഘുവംശത്തിലും ആഗമത്തെക്കുറിച്ച് പറയുന്നു. രാഗദ്വേഷങ്ങളിൽ നിന്നും മുക്തരായിട്ടുള്ള പുരുഷന്മാരാൽ ഉപയോഗിക്കപ്പെട്ടതും ഇഹലോകത്തും പരലോകത്തും ഒരുപോലെ സർവ്വലോകങ്ങളിലും ഒരുപോലെ പ്രമാണമായി നിലകൊള്ളുന്നതും സത്യവുമായിരിക്കുന്ന ഈ ശാസ്ത്രം, ആഗമശാസ്ത്രം, ആപ്തന്മാരായ മഹാപുരുഷന്മാരുടെ അനുഭവതലങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതുകൊണ്ട് ഇത് സത്യമായി തീരും എന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത്. അതുപോലെ തന്നെ ഭാരതീയ പാരമ്പര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ പുരാണങ്ങളിലും എവിടെ നോക്കിയാലും, ഏത് റിച്വൽസിൽ നോക്കിയാലും, ഇപ്പം വുഡ്രൂഫിൻ്റെ അഭിപ്രായത്തിൽ എവിടെയൊക്കെ പുക കാണുന്നുണ്ടോ അവിടെ തീയുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ എവിടെയൊക്കെ റിച്വൽസ് കാണുന്നുണ്ടോ, എവിടെ മണിയടി കാണുന്നുണ്ടോ അവിടെ തന്ത്രമുണ്ട് എന്ന് വുഡ്രൂഫ് പറയും. അതുപോലെ തന്നെ ആണ് ഭാരതീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്ത്രത്തിൻ്റെ ഒരു ചായ്വില്ലാതെ വരത്തില്ല. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാതെ. ശ്രീമദ് ഭാഗവതത്തിന്റെ 11ാം സ്കന്ധത്തിൽ വൈദികാചാരത്തെക്കുറിച്ചും താന്ത്രികാചാരത്തെക്കുറിച്ചും പറയുന്നു. അതുപോലെ തന്നെ പത്മപുരാണത്തിലും പാതാളഖണ്ഡം വർണ്ണിക്കുന്ന ഭാഗത്ത് വൈദികാചാരത്തെക്കുറിച്ചും തന്ത്രികാചാരത്തെക്കുറിച്ചും പറയുന്നു. മുകളിൽ പറഞ്ഞ പുരാണങ്ങളിൽ പറയുന്ന ഈ വേഴ്സും അതുപോലെ തന്നെ വ്യാസഭഗവാൻ എല്ലാ പുരാണങ്ങളിലും ഒരുപോലെ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള താന്ത്രിക ദേവതകളുടെ സാന്നിധ്യവും ഒക്കെ മതി വൈദികത്തിനെക്കാട്ടിലും മുകളിലോ അല്ലെങ്കിൽ വൈദികത്തിനെക്കാട്ടിലും താഴെയോ അല്ല തന്ത്രം. ഇത് രണ്ടും ഭാരതീയ ഋഷിമാരുടെ സംഭാവനയാണ്. യോഗ്യതയ്ക്കനുസരിച്ച് ഓരോരുത്തരുടെ നിലവാരമനുസരിച്ച് രണ്ടിനും ശ്രുതി തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായവും പല താന്ത്രിക പണ്ഡിതന്മാരുടെയും അഭിപ്രായവും. അതുപോലെ തന്നെ വ്യാസകൃതിയായിട്ടുള്ള ബ്രഹ്മസൂത്രത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ വേദാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശങ്കരാചാര്യസ്വാമികളുടെ വ്യാഖ്യാനത്തെ ബേസ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ് നമ്മളിപ്പോൾ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും കിട്ടുന്നത്. അതിൽ ശ്രീകണ്ഠാചാര്യരുടെ, അതായത് ബ്രഹ്മസൂത്രത്തിന് ശ്രീകണ്ഠാചാര്യരുടെ ഒരു ശൈവ ഭാഷ്യമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ വേദത്തെയും ശിവാഗമത്തെയും രണ്ടായി കാണുന്നില്ല. കാരണം ഇത് രണ്ടും മഹാദേവൻ്റെ മുഖത്തുനിന്ന് വന്നുകൊണ്ട് ഇതിനെ രണ്ടായിട്ട് കാണുന്നില്ല എന്ന് തന്നെ ശ്രീകണ്ഠാചാര്യർ പറയുന്നു. അതിനുശേഷം ബ്രഹ്മപ്രണവ സ്വരൂപമായിരിക്കുന്ന പഞ്ചാക്ഷരിയും പ്രാസാദാദി മന്ത്രങ്ങളും അതുപോലെ തന്നെ ശൈവമായിട്ടുള്ള വസ്ത്രധാരണ രീതികളിലും ഭസ്മമിടുന്നതും ത്രിപുണ്ഡ്രം ധരിക്കുന്നതിലും ലിംഗാർച്ചന ചെയ്യുന്ന ശിവലിംഗ പൂജ കഴിക്കുന്നതിലും രുദ്രാക്ഷം ധരിക്കുന്നതിലും അതുപോലുള്ള പല വ്യവഹാരങ്ങളിലും വേദങ്ങളിലും ആഗമങ്ങളിലും ഒരുപോലെ ശൈവരുടെ ഇടയിൽ വേദങ്ങളിലും ആഗമങ്ങളിലും രണ്ട് സ്ഥലത്തും സമാനമായിട്ടുള്ള ദർശനങ്ങൾ തന്നെ, പ്രമാണങ്ങൾ തന്നെയാണ് എടുക്കുന്നതെന്നുള്ളതും നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഒബ്സർവ് ചെയ്യാൻ കേരളത്തിലും അതുപോലെ തന്നെ കേരളം വിട്ടുവന്ന് പോയി നോക്കുക. അപ്പം തന്ത്രശാസ്ത്രവും വൈദികവും തമ്മിൽ രണ്ട് ഡയറക്ഷനിൽ നിൽക്കത്തും ഇല്ല. എന്നാൽ തന്ത്രശാസ്ത്രത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആചാര്യന്മാരിൽ പ്രധാനിയായിട്ടുള്ള ഭാസ്കരാചാര്യർ, ലളിതാ സഹസ്രനാമത്തിനൊക്കെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള, കമൻട്രി എഴുതിയിട്ടുള്ള ഭാസ്കരാചാര്യർ പല വിഷയങ്ങൾക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭാസ്കരാചാര്യരും അതേപോലെ തന്നെ അഭിനവത്തിനും പല ആൾക്കാരും നമ്മുടെ ഇതിലേക്ക് കടന്നു വരും. അപ്പം ഭാസ്കരാചാര്യർ തൻ്റെ വരിവസ്യ രഹസ്യം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതുന്ന സമയത്ത് തന്ത്രശാസ്ത്രത്തെ സ്മൃതിയുമായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. സ്മൃതിയിൽ പറയുന്ന ആശയങ്ങളാണ് കൂടുതലും തന്ത്രശാസ്ത്രത്തിലുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രാഘഭട്ടൻ തന്ത്രത്തെ വേദത്തിൻ്റെ 3ാമത്തെ കാണ്ഡമായിരിക്കുന്ന ക്രിയാകാണ്ഡവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പ്രമാണങ്ങൾ ഇങ്ങനെ നീളുന്നു, എത്ര വേണമെങ്കിലും എടുക്കാൻ നമുക്കിതിനെ പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഹിമവാന്റെ മടിത്തട്ടിൽ നിന്നും ഒഴുകി വരുന്ന ഗംഗ വിഭിന്നങ്ങളായിട്ടുള്ള ദേശങ്ങളെ
തഴുകി തൻ്റെ ലക്ഷ്യമായിട്ടുള്ള സമുദ്രത്തിലേക്ക് പോയി ചേർന്ന് സമുദ്രവും ഗംഗയും ഒന്നായി മാറുന്നത് പോലെ തന്നെയാണ് ഈ ശാസ്ത്രവും. വിഭിന്നങ്ങളായ ദേശങ്ങളിലൂടെ പോയി അവിടുത്തെ സംസ്കാരങ്ങളെയും തഴുകി പല കാലങ്ങളിലൂടെ പല രീതിയിലുള്ള മനുഷ്യരുടെ സാഹചര്യങ്ങളിലൂടെ സംസ്കാരത്തിലൂടെയൊക്കെ തഴുകി പോകുന്ന ഈ മഹാശാസ്ത്രം വ്യത്യസ്തവും ഭിന്ന പ്രകൃതിയും കൊണ്ടും കാലദേശങ്ങളെ ഉൾക്കൊണ്ടതിൻ്റെ പ്രക്ഷിപ്ത ആശയങ്ങൾ കൊണ്ടും ആ ആശയങ്ങളുടെ അതിപ്രസരം കൊണ്ടും ഇതിലെ അശുദ്ധി, ഇൻ്റലക്ച്വലായിട്ട് വന്നിട്ടുള്ള അശുദ്ധിയെ മനസ്സിലാക്കാൻ സാമാന്യ വ്യക്തിക്ക് എളുപ്പമല്ല, സാമാന്യ ബുദ്ധിക്ക് എളുപ്പമല്ല. അതിനെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഈ തന്ത്രത്തിൻ്റെ വിപുലമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഇഷ്ടംപോലെ നഷ്ടപ്പെട്ടു പോയി, പലതും ഇന്ന് നമുക്ക് അവൈലബിൾ അല്ല.